ഒന്നാണോ രണ്ടാണോ എന്താണ് ഇപ്പൊ അതിലൊക്കെ? എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈബത്തിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാവുക. ഒന്നാണോര് ഒന്നാവട്ടെ, രണ്ടാണോര് രണ്ടായിക്കോട്ടെ എന്ന് അതിനെന്താ നമ്മൾ തലവേദന? അങ്ങനെ തന്നെയാണ് ഫിഖ്. ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടാക്ക രണ്ടാവും, രണ്ടും ശരിയാണ്. ഉദാഹരണം 29 എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു എന്ന് വിചാരിക്കാം. അയാൾക്കൊന്നും ഒന്നാണ്, എനിക്കും ഒരു വിശ്വാസം ഇല്ലെങ്കിലോ എനിക്കും ഒന്നല്ല. വിശ്വാസം ആൾ പറഞ്ഞു എനിക്ക് മനസ്സിലാകണില്ല, എനിക്ക് ബോധ്യപ്പെടുന്നില്ല. ഞാന് ഒന്നാക്കൂല, എനിക്ക് നാളെയാണ്. ഇന്നത്തെ അല്ലേ ഞാൻ പറയട്ടെ, ഇന്നിപ്പോ ഏതായാലും ആണ്. അത് ഫിഖ് അങ്ങനെയാണ്. ഇപ്പൊ ഞമ്മ ഉണ്ടാകാൻ കൂടി യാത്രയാണ് ഒരു വണ്ടിയില്. നിങ്ങൾ വടകര ഇറങ്ങാണ്, ഞാൻ കണ്ണൂർ ഇറങ്ങാണ്. നിങ്ങൾക്ക് ളുഹർ 4 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. കാരണം ഇവിടുന്ന് വടകരക്ക് 130 കിലോമീറ്റർ 128 ഉള്ളൂ. അപ്പൊ കസറാക്കാൻ പറ്റൂല. ജമ്മാക്കാന്നുള്ള അഭിപ്രായം ഉണ്ട്, കസറാക്കാൻ പറ്റൂല. നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങണ്ട്, എനിക്ക് അതാ ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാമോ? എന്താ പ്രശ്നം? അങ്ങനെ തന്നെയല്ലേ ഫിഖ്. അതിലുള്ള കാളിയന്മാരെ മുഴുവനും കുതിര കയറി ഈബത്തും പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടാക്കെന്ന് പറഞ്ഞാല് മാസം ഉണ്ട് എന്നുള്ള വിഷയമല്ല എന്ന് ഹദീസിന്ന് മനസ്സിലായത്. 29 ഇന്നലെ ഇപ്പൊ മാസം കാണാൻ സാധ്യതയുണ്ട്. അവിടെയാണ് മിഞ്ഞാന്ന് ഫൈൻ ഉമ്മ അലയിക്കും എന്ന ഹദീസിൽ ഒരു വാക്കുണ്ട്. മേഘാവൃതമായാൽ എന്ന് പറഞ്ഞാൽ എന്താ? മാസം സംഗതിയിൽ അവിടെ ഉണ്ട്, പക്ഷെ മേഘം കൊണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് ഹദീസല്ലേ? അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ കുറ്റം പറയരുത്. അവര് കണ്ടിട്ടുണ്ടാവണം, മറ്റുള്ള കാളിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഓരോ കാളിമാരുടെ കീഴിൽ ആരൊക്കെ നിൽക്കണ അതിനനുസരിച്ചുകൊണ്ട് അമല ചെയ്യുക. അതാണ്ടുകൊണ്ട് ഈബത്ത് പറയാൻ കാരണമാക്കരുത്. അത്രയുള്ള ആ വിഷയത്തിലൊക്കെ നമ്മൾ വെറുതെ ഈ നാവ് കേടെടുത്താൻ നിൽക്കരുത്. നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ്. ഏറ്റവും വലിയ വിനന്റെ ആയുധമാണ് നാവ്. മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഈ സാധനം ഫിറ്റ് ചെയ്തത്. വേറെ എവിടെയും സ്ഥലമില്ലാത്തോണ്ടല്ലോ, മേലെ കൊണ്ടുപോയിട്ടാ ഫിറ്റ് ചെയ്തത്. അതിന് ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം, മീശന്റെ അപ്പുറം, ചുണ്ടിന്റെ അപ്പുറം, പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ കൊണ്ട് വലിച്ചു കെട്ടിയതാണ്. ഇങ്ങനെ വളർത്തല് വേപ്പനായനല്ലേ? ഏറ്റവും അപകടകാരിയല്ലേ ഇങ്ങനെ വളർത്തല്? ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരു തത്വമുണ്ട്, ഇത് പുറത്തേക്ക് ഇടുമ്പോ ശ്രദ്ധിക്കണമെന്നാണ്. ഇത് പുറത്തേക്ക് ഇടുമ്പോ ശ്രദ്ധിക്കണമെന്ന്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നതിനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നിരുന്നു. ആളുകൾ ചോദിക്കും എന്തിനാ തൊള്ളയെ കല്ല് വെച്ചിരിക്കണെന്ന്. അറിയാതെ വല്ലതും പറയണ്ടെന്ന് മേടിച്ചിട്ടാന്ന് അറിയും. ഇന്നൊക്കെ ഒരു ലോഡ് കല്ലിറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ. ഓരോരുത്തര് തെറ്റുകളും ഹറാമുണ്ടെങ്കിൽ നമുക്ക് ആണ്ടുകൊണ്ട് ഏറ്റുമുട്ടാം. അങ്ങനത്തെ വിഷയമില്ലല്ലോ. ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ വിധിക്കട്ടെ. അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ. അങ്ങനെ തന്നെയാണ് ഫിഖ് എന്ന്. ഫിഖ് അനുസരിച്ചുകൊണ്ടല്ലേ അമല ചെയ്യേണ്ടത്. നമ്മളെന്തിനാ അതിലൊക്കെ കരിവാരി തേക്കണത്? നമ്മളെ അമലേറ്റ് പോയാൽ പോരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാവ് കൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഫിഖിയായ ചില കാര്യങ്ങളിൽ, ശാഖാപരമായ ചില കാര്യങ്ങളിൽ കാണുകൊണ്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ ആണ്ടുകൊണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത്. അതൊക്കെ ഫിഖ് അങ്ങനെ തന്നെയാണ്. ഓരോ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അവർ പറയും, അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാമെന്നല്ലാതെ ചേരി തിരിയാൻ അത് കാരണമാക്കരുത്. നമ്മുടെ ഈമാൻ നഷ്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.